ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഞാൻ കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകൾ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. നിങ്ങളെ കഴിവുള്ളിടത്തോളം എല്ലാവർക്കും ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. കാലാവസ്ഥയുടെ ചെറിയ പ്രയാസങ്ങൾ ഇടയ്ക്ക് നമുക്കുണ്ടാകുന്നുണ്ടെങ്കിലും ഇന്നും ഇത്രയും പേർക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ എബ്രായ ലേഖനത്തിൽ നിന്നും പൗരോഹിത്യം, ലേവി പൗരോഹിത്യത്തെ കുറിച്ച് പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി 2-3 പോയിന്റുകൾ നമ്മൾ പഠിക്കാനിടയായി. 4 കാര്യങ്ങളാണ് പഠിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വിശദീകരിക്കാൻ സമയമെടുത്തത് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ആരാണ് മൽക്കീസദേക്ക് എന്ന കാര്യമാണ്. ആ പൗരോഹിത്യം എങ്ങനെയുണ്ടായി, ആ കാര്യമാണ് നമ്മൾ കൂടുതൽ സമയമെടുത്ത് വിശദമായി പഠിക്കാൻ ശ്രമിച്ചത്. ഇനി അതിൻ്റെ 5-ാമത്തെ കാര്യം മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. 5-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാറാത്ത പൗരോഹിത്യമാണ്. മാറാത്ത പൗരോഹിത്യം, മാറ്റമില്ലാത്ത പൗരോഹിത്യം. എബ്രായർ 7:24 വാക്യം. എബ്രായർ 7:24. മാറാത്ത പൗരോഹിത്യം. വെളിച്ചമുള്ള ആളുകൾ ആ വാക്യം ഒന്ന് വായിക്കാമെങ്കിൽ വായിച്ചാട്ടെ. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം ആകുന്നു പ്രാപിച്ചിരിക്കുന്നത്. മതി, താങ്ക് യു. അപ്പോ എന്താണ് ലേവ്യ പൗരോഹിത്യത്തിന്റെ ന്യൂനത? അവിടെ മഹാപുരോഹിതന്മാരാകുന്നവരെല്ലാം മരിക്കുന്ന മനുഷ്യരാണ്. അപ്പൊ മരണം കാരണം എന്നാ കുഴപ്പമെന്ന് ചോദിച്ചാൽ, ഒരു പുരോഹിതനും എല്ലാ കാലത്തും ജനത്തിനു വേണ്ടി മധ്യസ്ഥ ചെയ്യാൻ ഒക്കുകയില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ പ്രത്യേകത, ആ പൗരോഹിത്യം മാറ്റമില്ലാത്ത പൗരോഹിത്യമാണ്. കാരണം യേശുവിന് മരണമില്ല, മരണത്തെ ജയിച്ചവനാണ്. പഴയ പുരോഹിതനല്ല, ഇപ്പൊ വേറെ പുരോഹിതനാന്ന് നമ്മളോട് പറയുകയില്ല. ഒരിക്കൽ നമ്മൾ കാര്യമെല്ലാം പറഞ്ഞിച്ചു പോയി, ആ പുരോഹിതനെല്ലാം കേട്ടു തലയാട്ടി നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തു. 3 മാസം കഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ അവിടെ അവര് പറയുന്നു, അയ്യോ ആ പുരോഹിതൻ മരിച്ചുപോയി, ഇപ്പൊ വേറൊരാളാണ്. ഇത് സാധാരണ പൗരോഹിത്യത്തിനുള്ള ഒരു ന്യൂനതയാണ്. മരണം മൂലം അനേകർ പുരോഹിതന്മാരാകുന്നു. എന്നാൽ ഇവിടുത്തെ പ്രശ്നം, കർത്താവിനെ സംബന്ധിച്ചിടത്തോളം യേശു മരിക്കാത്തവൻ എന്ന് പറഞ്ഞ മരണത്തെ ജയിച്ചവനായതുകൊണ്ട് ആ പൗരോഹിത്യത്തിന് മാറ്റമില്ല. എന്നേക്കും പുരോഹിതനാണ്. അവിടെ എന്ത് ചെയ്യാൻ പറ്റും? സകല മാനവജാതിക്കും വേണ്ടി എല്ലാ കാലത്തും സഭയുടെ ഉൽപ്രാപണം വരെ നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യാൻ ഏക മഹാപുരോഹിതനേ ഉള്ളൂ. അവിടെ യേശുവിന്റെ പൗരോഹിത്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മാറാത്ത പൗരോഹിത്യമാണ്, മരണം ഇല്ലാത്തവനായതുകൊണ്ട്. ഇനി എൻ്റെ 6-ാമത്തെ പോയിന്റ്, 6-ാമത്തെ, എല്ലാം തികഞ്ഞ പുരോഹിതൻ. എല്ലാം തികഞ്ഞ പുരോഹിതൻ. ബ്രാക്കറ്റിൽ കൊടുക്കണം, ബലഹീനതകളില്ലാത്തവൻ. എല്ലാം തികഞ്ഞ പുരോഹിതൻ, ബ്രാക്കറ്റിൽ ബലഹീനതകളില്ലാത്തവൻ. സാധാരണ മനുഷ്യരുടെ ബലഹീനതകൾ യേശുവിനില്ല. നമ്മെപ്പോലെ യേശു ഈ ഭൂമിയുടെ ശരീരത്തിൽ വന്നെങ്കിലും ദുർബലനോ ബലഹീനനോ ആയിരുന്നില്ല. നമ്മുടെ സ്വാഭാവിക
കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ തികഞ്ഞവനാണ് പുരോഹിതൻ, എന്നേക്കും തികഞ്ഞവൻ. അത് എങ്ങനെയാ തികവ് കിട്ടിയതെന്ന് പറയുന്നുണ്ട് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലാ. എബ്രായ ലേഖനം 2-ാം അധ്യായം, അവിടെ തികവിന്റെ കാര്യം പറയുമ്പോ എങ്ങനെ അവൻ തികഞ്ഞവനായി എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. എബ്രായ ലേഖനം 2-ാം അധ്യായം എടുത്തോട്ടെ. 10-ാം വാക്യം വായിക്കാം. 10-ാം വാക്യം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു അല്ലേ? അപ്പൊ രക്ഷാനായകൻ എങ്ങനെയാണ്? തികഞ്ഞവനാണ്. ഇനി എബ്രായർ 7:28, എബ്രായർ 7:28. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിമ്പിലുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. ന്യായപ്രമാണത്തിൽ പുരോഹിതന്മാരായവർ ബലഹീനരാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ കാര്യം, അവരെല്ലാം അവരുടെ പാപത്തിന് വേണ്ടി യാഗം കഴിക്കേണ്ടവരാ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞു. എല്ലാവരും അവരുടെ പാപത്തിന് വേണ്ടി യാഗം കഴിക്കണം. സ്വന്തം പാപത്തിന് വേണ്ടി യാഗം കഴിക്കാത്ത ഒരുവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. കാരണം അവനിൽ പാപമില്ല. ഒരു യാഗവും യേശു കഴിച്ചിട്ടില്ല. യേശു ഒരു യാഗവും തനിക്ക് വേണ്ടി കഴിച്ചിട്ടില്ല. അതുകൊണ്ട് അവൻ പെർഫെക്റ്റ്. 30-ാമത്തെ വയസ്സിൽ യോർദാൻ നദിയിൽ ഇറങ്ങി സ്നാനമേറ്റ് കയറുമ്പോ സ്വർഗം തുറന്ന് പിതാവ് പറഞ്ഞ ഒരു പ്രഖ്യാപനം ഇതാ: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്താ വാക്ക്! ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, 30 വയസ്സിൽ യൗവനയുക്തനായ ഒരു മനുഷ്യന്റെ ഒരു നല്ല പ്രായമായി 30. ആ പ്രായത്തിൽ ലോകത്തിൽ ആരെങ്കിലും നോക്കി ദൈവം പറയുവോ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു? ഒരിക്കലും പറയാൻ സാധ്യതയില്ല. നമ്മുടെ 30-ാമത്തെ വയസ്സ് ഓർത്താൽ മതി. നമ്മളെക്കുറിച്ച് വല്ലതും നല്ല കാര്യം ദൈവം പറയണമെങ്കിൽ 80 വയസ്സിന് കഴിഞ്ഞ പല്ലുമൊക്കെ പോയി, നട്ടലുമൊക്കെ വളഞ്ഞ്, കണ്ണും കാണാൻ വയ്യ, ചെവിയും കേൾക്കാൻ വയ്യാതെ ചാരുകസേരയിൽ ഇങ്ങനെ ഒതുക്കിക്കൂടി കിടക്കുമ്പോ ദൈവത്തിന് വേണേ നമ്മളെ നോക്കി വെച്ച് പറയാം, തിരക്കേടില്ല. 80 വയസ്സിന് കഴിയണം. 30-ാമത്തെ വയസ്സിൽ നോക്കി വെച്ച് ഞാനിവനിൽ പൂർണ്ണമായി പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അതാണ് യേശുവിന്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത്, പൂർണ്ണത എന്ന് പറയുന്നതാ. ഒരു തിന്മയും യേശുവിനെ തൊട്ടിട്ടില്ല. സെക്കൻഡുകളുടെ സെക്കൻഡ് ആ മനസ്സിലൊരു എന്താ പറയാ പാപചിന്ത സ്റ്റേ ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. പാപം ചെയ്യുന്നതും പാപം മനസ്സിൽ ചിന്തിക്കുന്നതും രണ്ടും രണ്ടാ. ചിന്തിക്കുന്നതും പാപമാണ്. ആ ചിന്തയിൽ നമ്മൾ രസിച്ചാൽ പാപമാണ്. പാപം ചെയ്യണ്ട, പ്രവൃത്തി വരുത്തണ്ട. ആ ചിന്ത ഒരു 10 മിനിറ്റ് മനസ്സിലിട്ട് നമ്മളത് അതിനകത്തൊന്ന് എന്താ രസം കണ്ടാൽ മതി. നമ്മളൊരാളെ ആക്രമിക്കുന്നു, നമ്മളൊരാളെ തല്ലുന്നു, ഇതൊന്നും നമ്മൾ ചെയ്യണ്ട പാപം വരാൻ. ഈ പ്രതികാരമുള്ള ആളോട്, നമുക്ക് എതിരുള്ള ആളോട് നമ്മൾ നമ്മുടെ കലിപ്പ് തീർക്കുന്ന എന്തേലും ഒരു സ്വപ്നം കണ്ടാൽ മതി. മനസ്സിലായോ? അല്ല, അയാളെ ഒന്നും ചെയ്യണ്ട. അന്ന് രാത്രി സ്വപ്നം കണ്ടതാണ് അവനെ 4 പേരുടെ നടുക്ക് വെച്ച് കിട്ടി പറഞ്ഞവന്റെ തൊലി അനുരിച്ചു. നമ്മൾ ചെയ്യുന്ന കൊലപാതകം അതാണല്ലോ.
പറഞ്ഞവന്റെ തൊലി ഞാൻ ഉരിച്ചവനെ നാണം കെടുത്തി. അപ്പൊ എന്താ നടന്നെന്നറിയാമോ? പ്രതികാരം. അതെല്ലാം കുറ്റമാ. നമ്മുടെ മനസ്സിലിട്ട് തലോടിയാൽ മതി. അതല്ല, ഏത് പാപചിന്തയും കുറെ നേരം നമ്മുടെ മനസ്സിലിരിക്കാൻ അനുവാദം കൊടുത്താൽ അതിനകത്ത് അശുദ്ധിയുണ്ട്. എന്നാൽ അതൊന്നും യേശുവിനുണ്ടായില്ലെന്നായി പറയുന്നത്. യേശു കർത്താവിന് അതുണ്ടായില്ല. ബലഹീനതകളില്ല. തികഞ്ഞ പുത്രനാണ്. അപ്പൊ നമ്മുടെ മഹാപുരുഷന്റെ പ്രത്യേകത ഏതാ? പക്ഷെ യേശുവിനത് അറിയാം. യേശുവിനത് അറിയാം, അതിനെക്കുറിച്ചറിയാം. എന്നാൽ അത് അനുഭവിച്ചറിയില്ല. അതാണ് 2 കൊരിന്ത്യർ 5:21 പറയുന്നുണ്ട്, പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. പാപിയാക്കി എന്നല്ല കേട്ടോ, പാപമാക്കി. ഒരാൾ പാപിയാകുന്നത് ആ വ്യക്തി തെറ്റ് ചെയ്യുമ്പോഴാണ്. യേശു പാപിയല്ല, യേശുവിനെ പാപമാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം പാപം യേശുവിന്റെ തലമേൽ വെച്ചു. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നതാണ് പാപം അറിയാത്തവൻ. അറിയാത്തവൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു ഇന്റലക്ച്വൽ അറിവില്ലെന്നല്ല, അനുഭവിച്ചറിഞ്ഞിട്ടില്ല എന്നതിന്റെ അർത്ഥം. എക്സ്പെരിമെന്റൽ നോളജ് എന്ന വാക്കിന്റെ അർത്ഥം അനുഭവിച്ചറിയില്ല. എനിക്ക് കള്ളിനെ കുറിച്ച് അറിയാം, പക്ഷെ കള്ള് കുടിച്ചവനെ അനുഭവിച്ചുള്ള അറിവുള്ളൂ. എനിക്ക് വിദേശ മദ്യം, ബ്രാൻഡി ഇതിനെക്കുറിച്ച് അറിയാം, ഇന്റലക്ച്വൽ നോളജ്. എന്നാൽ കുടിച്ചിട്ടുള്ളവനെ അതിന്റെ അനുഭവം അറിവുള്ളൂ. ഇത് രണ്ട് അറിവാണ്. എനിക്ക് ലഹരി പദാർത്ഥങ്ങളെ കുറിച്ച് അറിയാം, അത് ബുദ്ധിപരമായ അറിവാണ്. LSD, ബ്രൗൺ ഷുഗർ, കഞ്ചാവ്, എന്താണത് ഉപയോഗിച്ചാലുള്ള കുഴപ്പം, ഇതൊക്കെ അറിയാം, പക്ഷെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ചവനാണ് അനുഭവജ്ഞാനമുള്ളത്. അപ്പൊ അറിവ് 2 തരത്തിലാണ്. യേശുവിനെ സംബന്ധിച്ച് പാപത്തെ അനുഭവിച്ചറിഞ്ഞിട്ടില്ല, ഒരിക്കലുമില്ല. എന്നാൽ യേശു ദൈവപുത്രനായതുകൊണ്ട് അറിയാം. ബൗദ്ധിക തലത്തിൽ അറിയാം, എന്നാൽ അനുഭവിച്ചറിവില്ല. ഇതാണ് ആ വാക്കിന്റെ അർത്ഥം. ഒരു പാപവും യേശുവിനെ അനുഭവിച്ചറിവില്ല. പാപത്തെ അറിയാന്നേ ഉള്ളൂ, കാരണം ദൈവപുത്രനാണ്, പരിശുദ്ധനാണ്. അവിടെ തികഞ്ഞ പുത്രൻ, പെർഫെക്റ്റ്, തികഞ്ഞവൻ, ഒരു കുറവും പറയാനില്ലാത്തവൻ. അത് ലോകത്ത് വേറെ ആരെ കുറിച്ചും പറയാൻ പറ്റുകയില്ല. നമ്മളെ കുറിച്ച് എന്താ പറയുന്നത്? റോമാലേഖനം 3:10 നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. ആ വാക്കിനകത്ത് പെടും നമ്മളെല്ലാം. നമ്മളെല്ലാം അതിനകത്ത് പെടും. നീതിമാൻ ആരുമില്ല. നമുക്കെല്ലാം ഒരു തരത്തിൽ മറ്റു തരത്തിൽ മിസ്റ്റേക്കുകൾ ഉള്ളവരാണ്. യേശുവിനെ സംബന്ധിച്ച് അതില്ലാത്തത് കൊണ്ടാണ് തികഞ്ഞവനായ പുത്രൻ. അതാണ് നമ്മുടെ മഹാപുരോഹിതൻ. പക്ഷെ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കുകയും ചെയ്യുന്നവനാണ്, കരുണയുള്ളവനാണ്. അതാണ് പ്രത്യേകത. കർത്താവ് നമ്മുടെ ബലഹീനത അറിയാം, അതിൽ മനസ്സരിവ് കാണിക്കുന്നവനാണ്. അതിനെക്കുറിച്ച് പറയുന്ന ഭാഗം എബ്രായലേഖനം 2-ാം അധ്യായം 18-ാം വാക്യം ഒന്ന് വായിച്ചേ. താൻ തന്നെ പരീക്ഷകനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവർ സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. കണ്ടോ, ഭൂമിയിൽ മനുഷ്യൻ അനുഭവിക്കുന്ന പരീക്ഷകൾ, പരീക്ഷ എന്ന് പറയുമ്പം പാപപ്രലോഭനം എന്ന അർത്ഥം എടുക്കരുത്. വിവിധ പരീക്ഷകൾ, നാനാ പരീക്ഷകൾ, നമുക്ക് സങ്കടം തോന്നുന്ന, ദുഃഖം തോന്നുന്ന, വേദന തോന്നുന്ന ഈ പരീക്ഷകളെല്ലാം യേശുവിനുണ്ടായതാ. അതുകൊണ്ട് താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു.
അവ തികഞ്ഞ പുത്രനാണ് നമ്മുടെ പുരോഹിതൻ. ഏഴാമത്തെ പോയിന്റ് സ്വർഗീയ കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതൻ. ക്രിസ്തുവിന്റെ പൗരോഹിത്യമാണ്. സ്വർഗീയ കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതൻ. രണ്ട് റെഫറൻസ് എഴുതണം. സ്വർഗീയ കൂടാരത്തിൽ സൂക്ഷിക്കുന്നവൻ എബ്രായർ 9:11-12, എബ്രായർ 9:11-12, എബ്രായർ 8:1-2, എബ്രായർ 8:1-2. കർത്താവ് മഹാപുരോഹിതനാണെങ്കിൽ എവിടെ ശുശ്രൂഷ? ഏത് മഹാപുരോഹിതനും ദൈവാലയവുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷിക്കാനുള്ളവനാ. അപ്പൊ കർത്താവ് എവിടെ ശുശ്രൂഷിക്കുന്നത്? താഴെ ദൈവാലയം AD 70 വരെ ഉണ്ടായിരുന്നു. യേശു ഒരിക്കലും ദൈവാലയത്തിൽ പോയി ഒരു ശുശ്രൂഷയും ചെയ്തില്ല. ആകെ ചെയ്തത് ഇവന്മാരവിടെ കച്ചവടം നടത്തിയപ്പോ എല്ലാത്തിനും അടിച്ചു പുറത്തായി. അതേ ഉള്ളൂ. അല്ല, ലേവ്യ പുരോഹിതന്മാരോട് പറഞ്ഞില്ല മാറിയൊക്കെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞില്ല. അവിടെ ഒന്നും കർത്താവ് ചെയ്തില്ല. വേദ കള്ളന്മാരുടെ ഗോയും കച്ചവട കേന്ദ്രമാക്കിയപ്പോ അതിനെതിരെ പ്രതികരിച്ചു. അപ്പൊ യേശു പുരോഹിതനാണെങ്കിൽ എവിടാണ് ഈ ശുശ്രൂഷ? ഈ ഭൂമിയിൽ പണിത കൂടാരം സ്വർഗത്തിന്റെ കൂടാരത്തിന്റെ നിഴലാ. അപ്പൊ കർത്താവ് നേരെ എവിടെ ശുശ്രൂഷിക്കുന്നറിയാമോ? സ്വർഗീയ കൂടാരത്തിലാ. വായിച്ചേ, എബ്രായർ 9:11-12 വായിച്ചേ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയില്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലുപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാകളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതും വലിപ്പവും തികവുമേറിയ കൂടാരം, കൈപ്പണിയല്ലാത്ത കൂടാരം, മോശമണതല്ല, ഭൂമിയിലുള്ളതല്ല. യഹൂദന്റെ ദൈവാലയങ്ങളെല്ലാം മനുഷ്യൻ പണിതതാ. സമാഗമന കൂടാരം മോശ പണിയിച്ചതാ മേൽനോട്ടത്തിൽ. ആദ്യത്തെ ദൈവാലയം ശലോമോൻ പണിയിച്ചതാ. പിന്നീട് രണ്ടാമത്തെ ദൈവാലയം സെരൂബാബേൽ പണിയിച്ചതാ. മൂന്നാമത്തെ ദൈവാലയം ഹെരോദാവ് പണിയിച്ചതാ. ആ ദൈവാലയം കർത്താവ് ഭൂമിയിലുള്ള പൗണ്ട് ഭൂമിയിൽ. ഇതെല്ലാം മനുഷ്യൻ പണിതതാ, മാൻമെയ്ഡാ. എന്നാൽ ഇവിടെ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ പറയുന്നു, ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതും കൈപ്പണിയല്ലാത്തതും വലിപ്പവും തികവുമേറിയ കൂടാരത്തിലേക്കാണ് യേശു പോയത്. അതെവിടാണ്? എബ്രായർ 8:1-2 വായിച്ചേ. നാം ഈ പറയുന്നതിന്റെ സ്ഥലത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല, കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ദൈവം സ്ഥാപിച്ച കൂടാരം, മനുഷ്യൻ സ്ഥാപിച്ചതല്ല. അതെവിടെയുണ്ട്? സ്വർഗത്തിലാ. ആ സ്വർഗീയ കൂടാരത്തിലാണ് യേശു ശുശ്രൂഷിക്കുന്നത്, ഭൂമിയിലെ കൂടാരത്തിലല്ല. ലേവ്യ പുരോഹിതന്മാരെല്ലാം ഭൂമിയിലെ കൂടാരത്തിൽ ശുശ്രൂഷിച്ചപ്പോൾ എന്നേക്കും പൗരോഹിത്യമുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗീയ കൂടാരത്തിലാണ് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. തീർന്നിട്ടില്ല, അത് നടന്നുകൊണ്ടിരിക്കുക. എത്ര കാലം ശുശ്രൂഷിക്കും? തന്റെ ക്രൂശ് ഉയർത്തെഴുന്നേൽപ്പ് മുതൽ സഭയുടെ ഉൽപ്രാപണം വരെ കർത്താവ് മഹാപുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ തന്നെ കൊല്ലം 2000 കഴിഞ്ഞു അല്ലേ? താൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയത് മുതൽ സഭയുടെ ഉൽപ്രാപണം വരെ കർത്താവ് സ്വർഗത്തിലെ കൂടാരത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വർഗീയ കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതനാണ് യേശുക്രിസ്തു, ഭൂമിയിലെ കൂടാരത്തിലല്ല.
ഇനി എട്ടാമത്തെ പോയിന്റ് എന്നേക്കുമുള്ള ഏകയാഗം കഴിച്ചവൻ എബ്രായർ 10:14. ഒന്ന് വായിച്ചോളൂ. എബ്രായർ 10:14. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. മതി. ഏകയാഗത്താൽ. ദേവീയ പുരോഹിതന്മാരെല്ലാം എത്ര യാഗം കഴിച്ചെന്നറിയാമോ? ഒരു പെസഹായിൽ 1,80,000 ആടുകൾ കൊല്ലപ്പെടുന്നു എന്നാണ് ജോസീഫസിന്റെ ഒരു ചരിത്രരേഖ. ഒരു പെസഹാ ദിനത്തിൽ 1,80,000 ആടുകൾ പെസഹായ്ക്ക് വേണ്ടിയാ. അതുകൊണ്ട് ദൈവാലയ പരിസരം പെസഹാ സമയത്ത് രക്തപ്പുഴയും കട്ട പിടിച്ച രക്തത്തിന്റെ മണവും മാംസം ചുട്ടെടുക്കുന്നതിന്റെ രൂക്ഷഗന്ധവും എല്ലാമാണ് പെസഹ ആബിബ് 14-ാം തീയതി യെരൂശലേമിന്റെ പരിസരത്ത് നിന്നാണ് ജോസീഫസ് എഴുതുന്നത്. ശരിയല്ലേ? 1,80,000 ആടുകളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ രക്തം എന്തുമായിരിക്കും? ഒരാടിനെ കൊന്നാൽ അതിന്റെ ചോര എന്തുമായിരിക്കും? നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള 2 ആടിനെ കൊന്നാൽ അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റുമോ? അവ 1,80,000 ആടോ? എത്രയോ യാഗങ്ങളാ കഴിക്കുന്നവര്. കൊല്ലുക. യേശുവിന്റെ പ്രത്യേകത എന്നറിയാമോ? ഒറ്റ യാഗം ഈ മഹാപുരുതം കഴിച്ചിട്ടുള്ളൂ. എന്നേക്കുമായി ഒറ്റയാഗം, വൺസ് ഫോർ ഓൾ. ഒറ്റയാഗം. എന്നിട്ടെന്ത് ചെയ്തു? സദാകാലത്തേക്കും സൽഗുണപൂർത്തിയും വരുത്തി. ഇനി വേണ്ട, ഒരു പരിപാടിയും വേണ്ട. സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തി ഒറ്റയാഗത്താൽ. അതാണ് പുതിയ നിയമത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാം പാപങ്ങളുടെ പരിഹാരത്തിനുള്ള യാഗം അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ആ യാഗത്തിന്റെ പരിണിതഫലമായി സൽഗുണ പൂർണ്ണത വന്നു. നമ്മൾ വരുത്തുന്നതല്ലത്, ആ യാഗത്തിന്റെ ഗുണമാണ്, യാഗത്തിന്റെ ബെനിഫിറ്റാണത്. നമ്മൾ ചെയ്തതല്ല. പുതിയ വിശ്വാസി ശ്രമങ്ങൾ ചെയ്തല്ല പൂർണ്ണത ഉണ്ടാക്കുന്നത്. യേശുവിന്റെ യാഗത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് പൂർണ്ണത ഉണ്ടാക്കുന്നത്. സൽപ്രവൃത്തി ചെയ്തല്ല. അതിന്റെ അർത്ഥം നമ്മൾ സൽപ്രവൃത്തി ചെയ്യരുതെന്നല്ല, രക്ഷയ്ക്കായി സൽപ്രവൃത്തി ചെയ്യേണ്ടതേ ഉള്ളൂ. ആരുടെ അൺമ്യൂട്ടാണല്ലോ? എവിടെയാണ്? മ്യൂട്ട് ചെയ്യൂ. ക്ലിയർ ആക്കി. ഓക്കെ. അപ്പോ നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യരുതെന്നല്ല, രക്ഷിക്കപ്പെടാൻ വേണ്ടിയോ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയോ നല്ല പ്രവൃത്തി ചെയ്യണ്ട. നമ്മൾ നല്ലത് ചെയ്യണം, നല്ലതേ ചെയ്യാവൂ. യേശുവിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, ഞാനിനി കുരുത്തക്കേട് ചെയ്യുമെന്ന് പറയരുത്. അത് വിശ്വസിക്കുന്നവൻ ഒന്നും ദോഷം ചെയ്യരുത്. അവനൊറ്റ പ്രമാണമുള്ളൂ, സ്നേഹത്തിന്റെ പ്രമാണം. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല, ദോഷം ചെയ്യാൻ പാടില്ല. എന്നാൽ നാം ചെയ്യുന്ന നല്ല കർമ്മങ്ങളൊന്നും സ്വർഗത്തിൽ പോകാനോ രക്ഷിക്കപ്പെടാനോ അല്ല. അതാണ് വ്യത്യാസം. മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് നല്ല കർമ്മം ചെയ്താൽ നിനക്ക് രക്ഷപ്പെടാം. നമ്മൾ പറയുന്നു ഇല്ല, രക്ഷയ്ക്ക് വേണ്ടി ഒരു കർമ്മവും നമ്മൾ ചെയ്യണ്ട. അതെല്ലാം യേശു ചെയ്ത് തീർത്തു കഴിഞ്ഞു, കംപ്ലീറ്റ് തീർത്തു. അതല്ല ഇവിടെ പറയുന്നത്, സദാകാലത്തേക്ക് സൽഗുണ പൂർത്തി വരുത്തി. അതിൻ്റെ ഒരു ഇച്ചിരി പങ്ക് ഞാൻ ഇല്ല. അല്ല, യേശു ചെയ്തതൊക്കെ ഇച്ചിരി ബാലൻസ് ഉണ്ട്, ഞാനിവിടെ ചെയ്തേക്കാം. ഇല്ല, ഒന്നും ചെയ്യാനില്ല. രക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം യേശു ചെയ്ത് കഴിഞ്ഞു. നമ്മളൊന്നും ചെയ്യണ്ട. നമ്മൾ വിശ്വാസ മാർഗത്തിൽ ജീവിക്കുന്നവരാണ്.
യേശുവിൻ്റെ മരണത്തിലുള്ള ക്രൂശുമരണവും ഉദ്ധാനത്തിലുമുള്ള വിശ്വാസത്താലാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. നമ്മുടെ പാപം മുഴുവൻ യേശു ഏറ്റെടുത്തത് കൊണ്ടാണ്. അത് നമ്മൾ വിശ്വസിക്കുന്നു, ഏറ്റു പറയുന്നു. അതാണ് രക്ഷ. പക്ഷെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ അന്വേഷിക്കരുത് ദൈവത്തെ. ഇസ്രായേലിന് അതാ പറ്റിയത്. റോമാലേഖനത്തിലുണ്ട്, ഇസ്രായേല് പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചു, ആദ്യ ദൈവം പ്രസാദിച്ചില്ല. എന്നാൽ ജാതികൾ, യഹൂദന്മാരല്ലാത്തവർ വിശ്വസിച്ചു, അവർ രക്ഷ പ്രാപിച്ചു. എന്താ വിശ്വാസത്തിന്റെ പ്രത്യേകത? അവിടെ ചെയ്യാനുള്ളത്, അതാണ് വ്യത്യാസം. ന്യായപ്രമാണം നമ്മളോട് പറയുന്നത് ചെയ്യാനാ, ഡു ഇറ്റ്. കൃപ നമ്മോട് പറയുന്നത് എന്നറിയാമോ? ഡിഡ് ഇറ്റ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നാ. ചെയ്തു കഴിഞ്ഞ കാര്യം പിന്നെ നമ്മൾ വിശ്വസിച്ചാൽ മതിയല്ലോ. നമുക്ക് ബാങ്കിൽ കടം ഉണ്ടായിരുന്നു, ഒരാൾ നമുക്ക് വേണ്ടി ആ കടം വീട്ടി. നമുക്കവിടെ എന്നാ ചെയ്യാനുള്ള റോളെന്നറിയാമോ? അയാൾ കടം വീട്ടി എന്നത് അംഗീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഭയങ്കര കടമായിരുന്നു ബാങ്കില്, പക്ഷെ നമുക്ക് വേണ്ടി വേറൊരാളെ കടം മുഴുവൻ വീട്ടി. നമുക്കിനി ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ, അയാൾ എനിക്ക് വേണ്ടി കടം വീട്ടി എന്നത് അംഗീകരിക്കുക, വിശ്വസിക്കുക. ഇനി പിന്നെ നീ ലോൺ അടയ്ക്കാൻ അങ്ങോട്ട് ചെല്ലണ്ട. സ്നേഹിത, നിന്റെ കടം മുഴുവൻ ഇന്നാര് കൊടുത്തു വീട്ടി എന്ന് പറയുമ്പോ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. ഇതെന്നാണ് യേശു ചെയ്തത്? ദൈവനീതിക്ക് വേണ്ടി കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് വീട്ടിക്കഴിഞ്ഞു, ഒന്നും ചെയ്യാനില്ല. അപ്പൊ സദാകാലത്തേക്കും ഏകയാഗത്താൽ സൽഗുണ പൂർത്തി വരുത്തി. വേറെ യാഗം വേണ്ട, വേറെ വഴിപാട് വേണ്ട, വേറെ നേർച്ച വേണ്ട, ഒന്നും ചെയ്യണ്ട. നമ്മൾ കൊടുക്കുന്ന പണത്തിന്റെ അടിസ്ഥാനത്തിലല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല, നമ്മുടെ സൽക്കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇതൊന്നും നമുക്ക് കിട്ടുന്നത്. ഇതാണ് രക്ഷയെ സംബന്ധിച്ച സത്യം. പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റി. ഈ ഡോക്ട്രിൻ പഠിച്ചവരൊക്കെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പണ്ടുള്ള അത്രയും ഗുണമില്ലാതായി, ഒരു സൽപ്രവൃത്തിയും ചെയ്യാതെയായി. ഇത് പഠിച്ചപ്പോൾ അവർ നേരെ വേറൊരു പോയിന്റിലേക്ക് പോയി. പലരും രക്ഷിക്കപ്പെടാത്ത മനുഷ്യൻ ചെയ്യുന്ന സൽപ്രവൃത്തിയുടെ 4/1 രക്ഷിക്കപ്പെട്ടവൻ ചെയ്യാറില്ല. അതെന്നറിയാമോ? ഇതൊന്നും ചെയ്തിട്ട് അല്ലല്ലോ സ്വർഗത്തിൽ പോകുന്നത്, അതുകൊണ്ട് ഞാനിതൊന്നും ചെയ്യാൻ മെനക്കെടുന്നില്ല. അവിടെയാണ് നമ്മുടെ തെറ്റ്. നമ്മൾ നല്ല പ്രവൃത്തി ചെയ്തേ പറ്റൂ. കാരണം അവന്റെ പ്രമാണം സ്നേഹത്തിന്റെ പ്രമാണമല്ല, നമ്മുടെ പ്രമാണം സ്നേഹത്തിന്റെ പ്രമാണമാണ്. അപ്പൊ അവൻ ചെയ്തില്ലെങ്കിലും നമ്മളാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യരുത് എന്നല്ല ഇതൊന്നും പറയുന്നത്. രക്ഷയ്ക്ക് വേണ്ടി ചെയ്യണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യണം. കാരണം തീത്തോസിന്റെ ലേഖനത്തിൽ 4 വാക്യമുണ്ട്. നാം സൽപ്രവൃത്തികൾക്കായി ഉത്സാഹമുള്ളവരായിരിക്കണം. എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, അതിനായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. സൽപ്രവൃത്തികളിൽ മുമ്പന്മാരായിരിക്കണം. നല്ലത് ചെയ്യണം, നല്ലത് ചെയ്യണം. അത് മതാചാരത്തിന്റെ ഭാഗമല്ല. മുസ്ലിങ്ങൾ നന്മ ചെയ്യാറുണ്ട്, സക്കാത്ത് കൊടുക്കാറുണ്ട്. ആഹാരം കൊടുക്കുന്നതിനോ സക്കാത്ത് കൊടുക്കുന്നതിനോ മടിയില്ല അവർ. അത് മതത്തിന്റെ ഭാഗമാണ്. അവർക്ക് 5 കാര്യങ്ങളാണ് പ്രധാനമായും. 5 നേരം നിസ്കരിക്കുക എന്ന് പറയുന്നത് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ നോമ്പ് കാലത്ത് സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു മടിയില്ല അവർ കൊടുക്കുന്നതിന്. അതവരുടെ മത ആചാരത്തിന്റെ ഭാഗമാണ്. മത ആചാരത്തിന്റെ ഭാഗമാണ്. അല്ലാതെ അത് സ്നേഹം കൊണ്ട് ചെയ്യുന്നതല്ല. അവർ തരുമ്പോ നല്ല മനസ്സോടെ തരുന്ന കേട്ടോ, തരുമ്പോ നല്ല മനസ്സോടെ തരുന്നത്, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം മനുഷ്യസ്നേഹം എന്നുള്ളതിനേക്കാൾ ഇത് ഞങ്ങളുടെ മതത്തിന്റെ ചടങ്ങാണ്, നോമ്പ് സമയത്ത് ഇങ്ങനെ ചെയ്യാൻ നബി പറഞ്ഞിരിക്കുന്നു, ഇല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ചെയ്യുന്നു.
എന്ന് പറഞ്ഞ മനോഭാവത്തോടെ. ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ഒരു കുഴപ്പം വെച്ചാൽ നമ്മൾ തന്നെ ഇപ്പൊ എൽദോസ് ചാൻ ഒരു ഉദാഹരണം പറയാം. എൽദോസ് ചാനൽ പ്രയാസം ഉണ്ടായ ഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടൊരു സാമ്പത്തിക സഹായം കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കുന്ന ഞാന് ഇച്ചിരി വലിയവനാ, മനസ്സുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇതുണ്ട്. അപ്പൊ നമ്മുടെ പൗലോസ് സാറിനെ വഴി വെച്ച് കണ്ടു. എവിടെ പോയാന്ന് ചോദിച്ചു. നമ്മളിങ്ങനെ പൂതാൽക്കോട്ടെ എൽദോസ് ചാനെ കാണാൻ പോയതാ. പുള്ളി ഇങ്ങനെ വയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ആവശ്യത്തിരിക്കുകയായിരുന്നു. ഞാൻ വേണ്ടതുപോലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് ഞാൻ പൗലോസ് സാറോട് പറയാമെന്ന് വിചാരിച്ചോ. നമ്മൾ നമ്മിൽ തന്നെ പ്രസാദിക്കുകയാണ്, നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് വലിയ പ്രയോജനമില്ല. എന്നാൽ എൻ്റെ ഒരു സ്നേഹിതനുണ്ട് സിംഗപ്പൂരിൽ, നമ്മുടെ VP പൗലോസ് സാറിനൊക്കെ അറിയാവുന്നയാളാണ്, സിംഗപ്പൂരിലാണ്. അവനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ അവധിക്ക് വരുമ്പം കുറച്ച് പൈസയും കൊണ്ട് വന്നിട്ട് അത് മുഴുവൻ ആൾക്കാർക്ക് വെറുതെ കൊടുത്തു കളയും. വെറുതെ കൊടുക്കും. തമിഴ്നാട്ടിലെ ഒരാൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ അയാളെ പോയി കണ്ടേച്ച് അയാൾക്കൊരു 10,000 രൂപ കൊടുക്കുക. ഈ 10,000 രൂപ കൊടുക്കുമ്പോൾ അവൻ പറഞ്ഞതെന്നറിയാമോ? ഇത് തരുന്നത് ഞാൻ പണമുള്ളത് കൊണ്ടും നിങ്ങൾക്ക് തന്ന് ഞാൻ ഒരു വലിയ ആളാകാനും തരികയല്ല, ഞാൻ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളാ. യേശു പറഞ്ഞു നിങ്ങൾക്ക് ഇത് തരാൻ. അങ്ങനെ പറയുള്ളവൻ. അവൻ ആർക്ക് കൊടുത്താലും പറയുന്ന വാചകത, എന്റെ കർത്താവ് പറഞ്ഞു നിങ്ങൾക്കിത് തരാൻ. അപ്പൊ അതിന്റെ ഗുണം എന്നറിയാമോ? ഈ വാങ്ങുന്നവന്റെ ഉള്ളിൽ 50% ഇവനും 50% ആ പുള്ളി പറഞ്ഞ കർത്താവിന് ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. കാരണം ആരാന്നറിയില്ല, കർത്താവ് പറഞ്ഞല്ലേ തന്നെ, ഇയാള് തന്നെ തന്നല്ലോ. കർത്താവ് പറഞ്ഞു തരാൻ. ഞാൻ വേറൊരാളുടെ പേരാ പറയുന്നത്, ഞാൻ ഇത് തരികയല്ല, കർത്താവ് പറഞ്ഞു തരാൻ. അപ്പൊ അവര് ചോദിക്കും ആരാ കർത്താവ്? കർത്താവിനെ പരിചയപ്പെടുത്തി, കർത്താവിനോട് സംസാരിച്ചു നിങ്ങൾക്ക് തരാൻ. ചില സമയത്ത് അവൻ ചെയ്യുന്ന വട്ടാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്ധരായ ചിലർ പാട്ട് പാടിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ ഇവിടുത്തെ സിറ്റിയില് പാടുന്ന അന്ധന്മാരാണ്, റെക്കോർഡൊക്കെ ഇട്ട് പാടുക, ഒരു ബാനറൊക്കെ വലിച്ചു കെട്ടി. ബ്ലൈൻഡ്സാ. ഇവൻ കുറച്ചു നേരം പാട്ട് കേട്ട് എന്ന് വെച്ച് ഇവന്റെ കയ്യിൽ അന്നേരം ഉണ്ടായിരുന്ന 5,000 രൂപ മടക്കി കൊണ്ടുവന്ന് ഈ പാടിക്കഴിഞ്ഞ ആടെ കൈ കൊണ്ട് കൊടുത്തു. ഇതെന്റെ ഒരു സംഭാവന ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അവര് സാധാരണ പാട്ടയും കൊണ്ട് നടന്ന 5, 10, 1 രൂപയും 10 രൂപയൊക്കെ കിട്ടുകയാണ് അവർക്ക് പതിവ്. ഇത്രയും നോട്ട് മടക്കി കയ്യിലേക്ക് വെച്ചപ്പോ അവര് തന്നെ ഞെട്ടിപ്പോയി. അവര് തന്നെ വിചാരിച്ചത് എന്നെ ഇതെങ്ങനെ മനുഷ്യരുണ്ടോന്ന്. അവൻ ഞാൻ പറഞ്ഞത്, നമ്മൾ സൽപ്രവൃത്തി ചെയ്യുന്നത് രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല, രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതലായതുകൊണ്ട് ചെയ്യുക. അതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ സൽഗുണപൂർത്തി വരുത്തിയെന്ന് ഞാൻ ആ വാക്യത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം, നമ്മൾ നമുക്ക് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി ഒരു നല്ല കർമ്മം ചെയ്യേണ്ട എന്ന ആശയത്തിനാണ്. ഞാൻ ഇന്നത് ചെയ്തത് കൊണ്ടാണ് സ്വർഗത്തിൽ പോയെന്ന് ആരും പറയരുത്. 9ാമത്തെ പോയിന്റ് എഴുതിക്കോളൂ. നമ്പർ 9. സ്വന്തം ശരീരം യാഗമർപ്പിച്ചവൻ. സ്വന്തം ശരീരം യാഗമർപ്പിച്ചവൻ. എബ്രായർ 10:10. സ്വന്തം ശരീരം യാഗമർപ്പിച്ചവൻ. ഭൂമിയിലെ ലേവ്യ പൗരോഹിത്യം യാഗം കഴിച്ചത് ആടുകൾ, കാളകൾ, ഇതോ സാറേ ആ റെഫറൻസ് പറഞ്ഞ റെഫറൻസ് എബ്രായർ 10:10. 10:10. ലേവ്യ പൗരോഹിത്യം എന്താ യാഗം കഴിച്ചേ? ആടുകൾ, മൃഗങ്ങൾ തുടങ്ങിയവയാണ് യാഗം കഴിച്ചത്. കുറുപ്രാവൊക്കെയാ. യേശു യാഗം കഴിച്ചത് മൃഗങ്ങളെ അല്ല, സ്വന്തം ശരീരം യാഗമർപ്പിച്ചു. യാഗവസ്തു യേശുവിന്റെ ശരീരമായിരുന്നു. കാൽവറി ക്രൂശിൽ സ്വശരീരമായി യാഗമായി കൊടുത്തത്. അതാണ് യേശുവിന്റെ യാഗത്തിന്റെ പ്രത്യേകത. ഊനമില്ലാത്ത കുഞ്ഞാടായി യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതും
ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് പിതാവ് പറഞ്ഞതും, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ യേശു നീതിമാനാണെന്ന് റോമാ ഗവർണർ പറഞ്ഞതും ആയ വ്യക്തി സ്വശരീരത്തെയാണ് യാഗമാക്കിയത്. അപ്പൊ ഈ ലേവ്യ പുരോഹിതന്മാരുടെ യാഗവസ്തു അല്ല യേശുവിന്റെ യാഗവസ്തു, സ്വശരീരമാണ്. ഇനി 10ാമത്തെ പോയിന്റ്, ലാസ്റ്റ് വൺ, പോയിന്റ് നമ്പർ 10. നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിലാണ് കിടക്കുന്നത്. ഇത് 9ാം അധ്യായത്തിലുണ്ട്. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചവൻ. അതായത് ഈ വീണ്ടെടുപ്പിന്റെ പ്രത്യേകത എല്ലാ കാലത്തിലേക്കുമുള്ള വീണ്ടെടുപ്പാണ്. ഓൾഡ് ടെസ്റ്റമെന്റിലും ന്യൂ ടെസ്റ്റമെന്റിലും ഭൂമിയിലെ ഏത് മനുഷ്യനും പറ്റുന്ന വീണ്ടെടുപ്പാണ്. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചവൻ. എബ്രായർ 9:12 നമ്മളൊന്ന് വായിച്ചതാണത്. അവൻ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു എന്ന് വായിച്ചതാണ്. അപ്പോ ഈ വീണ്ടെടുപ്പിന്റെ ഗുണം ഒറ്റയാഗം, ശരീരയാഗം, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്. ഏത് കാലത്തുള്ളവർക്ക് ആ വീണ്ടെടുപ്പ് കിട്ടും. മോശയുടെ കാലത്ത് ജീവിച്ചിരുന്നവന് പാപപരിഹാര യാഗത്തിന്റെ ഗുണം കിട്ടി. 50 കൊല്ലം കഴിയുന്നവന് ആ യാഗത്തിന്റെ ഗുണം കിട്ടുകയല്ല. അന്ന് ജീവിച്ചിരിക്കുന്ന പുരോഹിതൻ അവന് വേണ്ടി യാഗം കഴിക്കണം. 100 കൊല്ലം കഴിയുമ്പം അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് മുൻ യാഗത്തിന്റെ ഗുണം കിട്ടുകയല്ല. അന്ന് ജീവിച്ചിരിക്കുന്ന മഹാപുരോഹിതൻ വേണം യാഗം കഴിക്കാൻ. 500 കൊല്ലം കഴിയുമ്പോൾ ജനിക്കുന്നവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും മുമ്പ് കഴിച്ച യാഗത്തിന്റെ ഗുണം കിട്ടുകയല്ല. അപ്പയാ കഴിക്കുന്ന യാഗത്തിന്റെ കിട്ടുള്ളൂ. യേശുവിന്റെ യാഗത്തിന്റെ പ്രത്യേകത ഇത് ഒറ്റ യാഗമാ, പക്ഷെ എന്നേക്കുമുള്ള വീണ്ടെടുപ്പുണ്ട്. ഓരോ സമയത്തും വീണ്ടെടുപ്പ് വേണ്ട, ഒറ്റ യാഗത്തിൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പുണ്ട്. എബ്രായർ 9:12. അപ്പൊ ഇത് നമ്മള് 5 മുതൽ 10 വരെയുള്ള 6 പോയിന്റുകളാണ് യേശുവിന്റെ പൗരോഹിത്യത്തിന്റെ പ്രത്യേകതകൾ എന്നതിൽ നോക്കിയത്. 4 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി. അതാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ സവിശേഷതകൾ, പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇന്ന് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തതുണ്ടോ, എഴുതാൻ വിട്ടുപോയതുണ്ടോ, ഏതെങ്കിലും വ്യക്തമാക്കേണ്ടതുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. നമുക്ക് എന്നിട്ട് അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാം.